വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൊസാദിന്റെ കെട്ടിട സമുച്ചയം തകർത്തു. മൊസാദിന്റെ കെട്ടിട സമുച്ചയം തകർത്ത് തരിപ്പണമാക്കി ഇറാൻ. അതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഇസ്രായേലിന്റെ നിരവധി ഇന്റലിജൻസ് കേന്ദ്രവും വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും ആക്രമിച്ചു തകർത്തിട്ടുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് വിലക്കുള്ളതുകൊണ്ടാണ് കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തുവരാത്തത്. ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ന്യൂക്ലിയർ ബോംബ് സ്റ്റേഷനും മൊസാദിന്റെ കേന്ദ്രങ്ങളും ഇന്റലിജൻസ് കേന്ദ്രങ്ങളുടെയെല്ലാം വ്യക്തമായ ചിത്രം ഞങ്ങളുടെ കൈവശമുണ്ടെന്നും അവിടെ കൃത്യമായി ആക്രമിക്കുവാനുള്ള സംവിധാനങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും പറഞ്ഞിരുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കൃത്യതയോടെയാണ് ഓരോ കേന്ദ്രങ്ങളും ആക്രമിച്ച് തകർക്കുന്നത്. അതിനിടയിൽ അമേരിക്ക ഇറാനോട് നിങ്ങൾ നിരുപാധികം കീഴടങ്ങി ആണവ കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടണമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഇരിക്കുന്നയിടം തങ്ങൾക്ക് അറിയാമെന്നും പറഞ്ഞതിന് പിന്നാലെ ഏവരെയും അമ്പരിപ്പിക്കുന്ന ഇടപെടൽ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇസ്രായേൽ ഇറാനിൽ കയറിയടിച്ചത് ഇല്ലീഗലും അനധികൃതവും ആണെന്നും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ചൈന പറഞ്ഞപ്പോൾ റഷ്യ ഇസ്രായേലിൽ ഇറാന്റെ പരമാധികാരത്തിലുള്ള കടന്നു കയറ്റമാണ് ചെയ്തത് എന്ന് പറഞ്ഞു. റഷ്യയുടെ ആയുധ സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. ചൈന ഇറാനുമായി ഫോണിൽ സംസാരിക്കുകയും ഉണ്ടായി. അതിനിടയിൽ പുറത്തുവരുന്ന വാർത്ത അനുസരിച്ച് നിരവധി പുതിയ ആയുധങ്ങൾ ഇറാൻ ഉപയോഗിച്ചു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഡ്രോൺ ഇറാൻ ഉപയോഗിച്ചു. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഡ്രോൺ എന്നാണ് വിശേഷിപ്പിച്ചത്. കൂടാതെ പുതിയ ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവനും തകർത്ത് എന്ന് പറഞ്ഞവർക്ക് മറുപടിയായി F-35 യുദ്ധവിമാനം വെടിവെച്ച് ഇട്ടതിന്റെ ചിത്രം ഇറാൻ പുറത്തുവിട്ടു. ഇറാൻ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തി 3 മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തുകയും ആക്രമണം നടക്കുന്ന സമയത്ത് ലൈവ് ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുകയായിരുന്ന അവതാരിക മിസൈൽ വീഴുന്ന സമയത്ത് ഭയപ്പെട്ടു മാറുന്ന ദൃശ്യങ്ങൾ ലൈവായി പുറത്തുവരികയും ചെയ്തു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം ആ അവതാരിക തന്നെ വീണ്ടും വരികയും ഞങ്ങൾക്ക് ഇവിടെ ആക്രമണം നടക്കുമെന്ന് അറിയാമായിരുന്നുവെന്നും രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായാണ് വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് ന്യൂസ് ലൈവിൽ വീണ്ടും വരികയുണ്ടായി. അപ്പോൾ തന്നെ രക്തം വാർത്ത കൈയുമായി സ്റ്റുഡിയോയുടെ പുറത്തു വന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടറെയും കാണാൻ കഴിയും. ഇതിന് പ്രതികാരമായി ഇസ്രായേലിലെ മാധ്യമ സ്ഥാപനങ്ങളായ ചാനൽ 12, ചാനൽ 14ലെയും ജീവനക്കാരോട് ഓഫീസിൽ നിന്നും 500 മീറ്റർ അകലെ മാറി നിന്നോളാൻ ഇറാൻ വക്താവ് പറഞ്ഞു. ആദ്യ ദിവസം 100 ബാലിസ്റ്റിക് മിസൈലായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം ഇത് 200 ആയി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസൈൽ വർഷം വരാൻ പോകുകയാണ്. തടയാമെങ്കിൽ തടഞ്ഞോളാൻ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അയൺ ഡോമുകളെ തമ്മിൽ തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു കോഡ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയൺ ഡോമുകൾക്ക് തടയാൻ കഴിയുന്നതിനു മുമ്പ് തന്നെ മിസൈലുകൾ പതിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദൂരം 1500 കിലോമീറ്റർ മുതൽ 1800 കിലോമീറ്റർ വരെയാണ്. ബാലിസ്റ്റിക് മിസൈൽ ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്നതുകൊണ്ട് 12 മിനിറ്റ് കൊണ്ടും, ക്രൂസ് മിസൈലുകൾക്ക് 2 മണിക്കൂറും, ഡ്രോണുകൾക്ക് വളരെ പതുക്കെ സഞ്ചരിക്കുന്നത് കൊണ്ട് 9 മണിക്കൂർ വരെയും ഇസ്രായേലിലെത്താൻ സമയമെടുക്കും. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ ഉയരത്തിൽ നിന്നും കുത്തനെ താഴേക്ക് വരുമ്പോൾ അയൺ ഡോം സിസ്റ്റത്തിന് പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നു. G7 ഉച്ചകോടി സാധാരണ പോലെ തന്നെ ഇസ്രായേലിന് അനുകൂലമായി പ്രമേയം പാസാക്കി. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നും ഇറാനെ ആണവായുധമുണ്ടാക്കാൻ അവകാശമില്ലെന്നും പറഞ്ഞു. അതിനിടെ 21 ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. വാർ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.